ഡിസംബറിൻ്റെ തേങ്ങലും ജനുവരിയുടെ പുഞ്ചിരിയും പുതിയ വർഷത്തിന് സ്വാഗതം ഓതുമ്പോൾ പോയ ദിനങ്ങളുടെ ചിരിയും കണ്ണീരും പടരുന്നത് പ്രത്യാശയുടെ പുതിയ തുരുത്തിലേക്ക്. ഇവിടെ നമ്മുടെ സ്വപ്നങ്ങൾക്കും കണ്ണുനീരിനും മീതെ ഭൂമിയിൽ ഒരു ഒലിവുമരം തളിർത്തു വരും. നഷ്ടങ്ങളെ മനഃപൂർവ്വം മറന്ന് വേദനകളെ കുഴിവെട്ടി മൂടി കാലുഷ്യത്തിൻ്റെ നാളുകളിൽ ഒരു എണ്ണത്തിരി നീട്ടി നമുക്ക് സ്വാഗതം ചെയ്യാം തൊഴിലുണർത്തുപാട്ടും സൗന്ദര്യ ചിന്തകളുമായി വരാൻ കാത്തിരിക്കുന്ന ഒരു പുതുവർഷത്തിന്. ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളുമായിട്ടാണ് ഓരോ പുതുവർഷവും വരുന്നത്. നമ്മൾക്കെല്ലാം ഓരോരോ തീരുമാനങ്ങളുമുണ്ട്. ലക്ഷ്യങ്ങൾ എത്തിച്ചേരാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഓരോ വർഷവും അവരാഗ്രഹിക്കുന്ന ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി സ്വന്തമാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ വരുന്ന വർഷമെങ്കിലും ഫ്രൂട്ട്ഫുള്ളായി ഉപയോഗിച്ച് നമുക്കൊരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം നേടിയെടുക്കാൻ കഴിയുന്നത്? അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചു കാലം മുമ്പുള്ള ഒരു അനുഭവം പറയാം. 6-7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു വീട്ടിൽ വെച്ച് സൗജന്യ PSC ക്ലാസ് കൊടുക്കാറുണ്ട്. അവിടെ വൈകുന്നേരത്ത് 6 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസ്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞാനും പോകാറുണ്ട്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആ വീട്ടിൽ നിരന്ന് കഴിഞ്ഞിരിക്കും. പലരും ബെഞ്ചും ഡെസ്കും ഇല്ലാത്തത് കൊണ്ട് പോർച്ചിലൊക്കെ തറയിലിരുന്നായിരിക്കും പഠിക്കുക. പക്ഷേ എല്ലാവരും വളരെ ആവേശത്തോടുകൂടിയാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും താമസിച്ചു വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു ഉദയൻ. അവിടെ വെച്ചാണ് ഉദയനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. ഒരു വെള്ള മുണ്ടൊക്കെ ഉടുത്ത് ഒരു ഷർട്ടൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഉദയൻ വരും. അപ്പോൾ എന്നും താമസിച്ചു വരുന്ന ഉദയനെ കാണുമ്പം എനിക്ക് വിഷമം വന്നു. ഞാൻ ഒരു ദിവസം ഉദയനോട് ചോദിച്ചു, കുറച്ച് നേരത്തെ വന്നാൽ ഉദയൻ ആ ഡെസ്കിലും ബെഞ്ചും ഉപയോഗിച്ച് പഠിച്ചുകൂടെ, അല്ലെങ്കിൽ ബെഞ്ചിലിരുന്ന് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഉദയൻ പറയുന്നത്, സാർ ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് അമ്പലത്തിലൊന്ന് പോകും, ശീലമാണ്, അതിനുശേഷമാണ് വരുന്നത്, അതുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉദയൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചവൻ പറഞ്ഞത് മരം വെട്ടുന്ന ജോലിയാണ്, മില്ലിൽ തടി ഇറക്കാനും പോകുന്നുണ്ട്. ഞാൻ വഴക്ക് പറഞ്ഞു, കാരണം അറിയാത്ത ആൾക്കാർ ചെയ്യേണ്ട പണിയല്ല ഈ മരം വെട്ടുക എന്ന് പറയുന്നത്, അത്രമേൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോലിയാണ്. പക്ഷേ ഉദയൻ അത് ആസ്വദിച്ച് ചെയ്യുന്നു. ഉദയന്റെ ജീവിതമാർഗമാണത്. അതിനിടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഉദയൻ പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ഉദയൻ ഈ മരം മുറിക്കുന്ന മെഷീനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ബെന്നിനൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എന്നെ കാണിച്ചു. ഇംഗ്ലീഷും മാത്സുമാണ് ഉദയൻ ട്യൂഷന് പോയി പഠിച്ചത്. ബാക്കിയെല്ലാം കൂട്ടുകാരുമായിട്ട് ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ്. ഉദയന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ഉദയൻ ആ പെൺകുട്ടിയുടെ അച്ഛനെ സമീപിച്ച് കാര്യം പറഞ്ഞു. 1 വർഷത്തിനുള്ളിൽ ഒരു സർക്കാർ ജോലി വാങ്ങി വന്നാൽ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് ആ പിതാവ് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഉദയൻ പഠിച്ചു തുടങ്ങിയിരുന്നു. ആദ്യം കിട്ടുന്ന ജോലി എനിക്ക് തോന്നുന്നു KSEBയോ ഫയർമാനോ ആണെന്ന് തോന്നുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. എന്നിട്ടും ഉദയൻ പഠനം നിർത്തിയില്ല. ഇപ്പം നിങ്ങൾ തഴവ എന്ന് പറയുന്ന പ്രദേശത്ത് ബസ് ഇറങ്ങിയാൽ തഴവ ഗേൾസ് സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഫ്ലെക്സ് ഇരിപ്പുണ്ട്. ഉദയന്റെ ഫ്ലെക്സ് ആണ്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വെച്ചതാണ് കുട്ടികൾക്ക് പ്രചോദനമാകാൻ വേണ്ടി. SA ലിസ്റ്റ് വന്നപ്പം 4 SA ലിസ്റ്റുകളിൽ ഉദയന്റെ പേരുണ്ട്. പോലീസ് SI, എക്സൈസ് SI, ജയിൽ SI, അങ്ങനെ 4 SIകളിൽ 40-50 റാങ്കിനകത്ത് ഉദയൻ ഉണ്ട്. ഉദയൻ പോലീസ് SI ആയിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇപ്പം നൂറനാട് SI ആയിട്ട് ജോലി ചെയ്യുന്നു. ഈ സമയത്തിനിടയ്ക്ക് നാട്ടിൽ കളവ് നടത്തി രക്ഷപ്പെട്ടു പോയ കുറെ ക്രിമിനലിനെ അന്യ സംസ്ഥാനത്ത് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു ക്രെഡിറ്റും ഉദയന്റെ പേരിലുണ്ട്. ഇപ്പം നൂറനാട് SI ആയിട്ട് ജോലി ചെയ്യുന്നു. ഒരു കുട്ടിയുമുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഉദയന്റെ ജീവിതത്തിൽ വന്ന മാറ്റം വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു വന്നത്, സാഹചര്യങ്ങളെ പഴിചാരി സ്വയം കഷ്ടപ്പെടാതെ പിന്നോട്ട് മാറിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയാണ്. രണ്ടാമതായിട്ട് എനിക്കൊരു അനുഭവം കൂടി പറയാനുണ്ട്. ഇതുപോലെ 100 ഉദ്യോഗാർത്ഥികളുടെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഉദയനാണ് താരം എന്ന പേരിൽ പത്രത്തിൽ വാർത്ത വന്നതും ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ്. ഉദയൻ ഇപ്പോൾ ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനായിട്ടും പോകുന്നുണ്ട്. നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ് ഉദയൻ. ഉദയന്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. സാഹചര്യം മാറി, അതിനൊരുപാട് സമയം വേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. എറണാകുളത്ത് രാജഗിരി കോളേജിൽ വെച്ച് ഒരു പ്രമുഖ ആപ്പിന്റെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിൽ വെച്ചാണ് ഞാൻ തോമസിനെ ആദ്യമായി കാണുന്നത്. തോമസിന് LDCക്ക് 1ാം റാങ്ക് കൊണ്ട് സ്റ്റേജിലോട്ട് കയറി വരാൻ പറഞ്ഞപ്പം 2 പെൺകുട്ടികളുടെ കൈയും പിടിച്ചാണ് തോമസ് കയറി വന്നത്. കണ്ടാൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് തോമസിന് കാഴ്ചയില്ല. തോമസ് വളരെ വികാരഭരിതനായി സംസാരിച്ചു. അത് കഴിഞ്ഞ് തോമസ് ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഞാൻ തോമസിന്റെ ദേഹത്ത് പോയി തട്ടി. എന്നോട് ചോദിച്ചു, എന്നെ അറിയാവോ തോമസ് എന്ന് ചോദിച്ചു. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ തോമസ് എന്നെ ഐഡന്റിഫൈ ചെയ്തു. രഞ്ജിത്ത് സാർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? അത് സാറിൻ്റെ ക്ലാസ് ഞാൻ കേട്ട് പഠിക്കുന്നുണ്ട്, എനിക്ക് സാറിൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് തോമസിന്റെ കഥ ഞാൻ അറിയുന്നത്. തോമസ് ജനിക്കുന്ന സമയത്ത് തോമസിന് കാഴ്ചയുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഒരു സഹോദരി ഉണ്ടായിരുന്നു. തോമസിന് പതുക്കെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു രോഗമാണ്.
തോമസിന്റെ സഹോദരിക്ക് ഇൻക്യൂറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരു അസുഖമുണ്ട്. ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തോന്നിയിട്ടാവാം ഇവരുടെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും ബന്ധം പിരിഞ്ഞ് രണ്ടു വഴിക്ക് അവരെ ഉപേക്ഷിച്ചു പോയി. അമ്മുമ്മ ഒരു നാരങ്ങാ വെള്ളം വിൽക്കുന്ന കട നടത്തിയാണ് തോമസിനെയും പെങ്ങളെയും വളർത്തിയത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ പെൺകുട്ടി ചികിത്സ കിട്ടാതെ അസുഖം വന്ന് മരിച്ചു. അതായിരുന്നു തോമസിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ട്രാജഡി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമ്മുമ്മയും മരിച്ചുപോയി. വാടക വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ ഇരുട്ടു മാത്രമുള്ള ഒരു ലോകത്ത് തോമസ് ഒറ്റപ്പെട്ടു. തോമസിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് സ്കൂളിൽ വിശന്നിരിക്കുന്ന തോമസിന് ആഹാരപ്പൊതിയുമായിട്ട് വന്ന ടീച്ചറായിരുന്നു ആദ്യത്തെ എൻകറേജ്മെന്റ്. ആ ടീച്ചറിന്റെ 2 പെൺമക്കളുടെ കൈയും പിടിച്ചാണ് തോമസ് വേദിയിലേക്ക് കയറി വന്നത്. തോമസ് എന്നോട് പറഞ്ഞത്, സാറേ, കുട്ടിക്കാലത്ത് ഇവരെ ഞാൻ ഒത്തിരി എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത്, ഒരു ചെറിയ വീടിന്റെ ഒറ്റമുറി ചായ്പ് തോമസിന് തുറന്നു കൊടുത്തു. അവിടെ നിന്നാണ് തോമസ് പഠിച്ചത്. കണ്ടുപഠിക്കുകയായിരുന്നില്ല, കേട്ടുപഠിക്കുകയായിരുന്നു. അങ്ങനെ തോമസ് LDCയിൽ 1ാം റാങ്ക് വാങ്ങിച്ചു. നിങ്ങൾ ചോദിക്കും, ഫിസിക്കൽ ഡിസബിലിറ്റി കിട്ടിയ ജോലിയല്ലേ? അല്ല, ഒരിക്കലും അല്ല. തോമസിന് നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന ആനുകൂല്യം ഇല്ലെങ്കിൽ പോലും തോമസ് ആ ജോലിയിൽ തീർച്ചയായിട്ടും ആ ജോലി തോമസിന് കിട്ടുമായിരുന്നു. തോമസ് ഇപ്പം വലിയ വലിയ ലക്ഷ്യങ്ങൾ കാണുന്നു. തോമസിന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സിവിൽ സർവീസ് പഠിക്കണം, ഇതൊക്കെയാണ് ആഗ്രഹം. ഞാൻ ചോദിച്ചു, അച്ഛനെയും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ അമ്മ എവിടെയോ ജീവിച്ചിരിക്കുന്നതായി അറിയാം. ഞാൻ ചോദിച്ചു, ഒന്ന് പോയി കാണുന്നോ? ഇല്ല സാർ, ഞാൻ പോകില്ല. എന്നെ ഉപേക്ഷിച്ച് പോയ അവരെ തേടി ഞാൻ അങ്ങോട്ട് പോകില്ല. ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിച്ചോളാം എന്നാണ് തോമസ് പറഞ്ഞത്. ഞാനപ്പം മനസ്സിൽ പറഞ്ഞൊരു കാര്യം, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് അഭിമാനിക്കാം. കാരണം ബാധ്യതയാകുമെന്ന് കരുതി അവരുപേക്ഷിച്ച അവൻ ആത്മഹത്യ ചെയ്തില്ല. ഇരുട്ടു മാത്രമുള്ള ഒരു ലോകത്ത് സുഹൃത്തിന്റെ ഒറ്റമുറി ചായ്പിൽ ഇരുന്നു കൊണ്ട് ലോകം കീഴടക്കുന്നത് അവൻ സ്വപ്നം കാണുന്നു. നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ 2 പേരുടെ ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ, തോമസിന്റെയും ഉദയന്റെയും. സാഹചര്യങ്ങളിൽ തളരാതെ, സാഹചര്യങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കാതെ, സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് ജീവിതത്തിൽ ഒന്നും നേടാതെ പോകുന്നവർക്കുള്ള ഏറ്റവും നല്ല റോൾ മോഡൽസ് ആണ് തോമസും ഉദയനും. ഇതുപോലെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ ജീവിതത്തിലുടനീളം കണ്ട എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കുറിച്ച്. അതൊന്നും പറഞ്ഞാൽ ഇവിടെ തീരില്ല. നമ്മളെപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒരു പാഠം, നമ്മൾ ഈ വരാൻ പോകുന്ന വർഷം നമ്മുടേതാകണമെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും സെൽഫിഷ് ആവണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന നിർത്തണം. നമ്മൾ ഒരു നിലയിലെത്താതെ, ഇവർ 2 പേരും ചെയ്ത ടെക്നിക്ക് എന്താന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതം ഒരു സ്റ്റെബിലിറ്റിയിലാവാതെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചില്ല. കുടുംബത്തിന് വേണ്ടി പോലും അവര് ശ്രദ്ധിച്ചത് ആദ്യം നമുക്ക് നിൽക്കാനൊരിടമാണ്. അതിന് നമ്മൾ പലരെയും സാക്രിഫൈസ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. പലരും നമ്മളെ പലവിധം ഉപയോഗിക്കും. രാഷ്ട്രീയക്കാരുപയോഗിക്കും, നാട്ടുകാരുപയോഗിക്കും, വീട്ടുകാരുപയോഗിക്കും, ബന്ധുക്കൾ ഉപയോഗിക്കും. ആദ്യം നമ്മൾ നിൽക്കാനൊരിടം കണ്ടെത്തുക. അതിനുശേഷം നമുക്ക് സഹായിക്കാം. നമുക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാം, നമുക്ക് മതത്തിൽ ഇടപെടാം, നമുക്ക് പൊതുപരിപാടികളിൽ പങ്കെടുക്കാം, ചാരിറ്റി ചെയ്യാം. ഇതിനൊക്കെ ആദ്യം വേണ്ടത് നമ്മൾ വളരുക എന്നുള്ളതാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് പറയുന്നത്. എല്ലാം ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങണം, സ്വന്തം കാര്യത്തിൽ നിന്ന് തുടങ്ങണം. അതിനുശേഷം മാത്രം മതി മറ്റുള്ളവരിലേക്ക് പോകാൻ. അതുകൊണ്ട് ഒരുപാട് നല്ലവനാകുന്നത് നിർത്തിയിട്ട് സ്വന്തം കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഒരു വർഷമെങ്കിലും നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. ഒരു ചെറിയ മോട്ടിവേഷനും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ കേട്ട ഏറ്റവും നല്ല മോട്ടിവേഷൻ ഒരു സിനിമയിലാണ്. നിങ്ങൾ സാമി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? പഴയ സിനിമയാണ്, വിക്രമിൻ്റെ. അതിനകത്ത് വിക്രം ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി. അച്ഛനാണ് അദ്ദേഹത്തെ വളർത്തുന്നത്. പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പണം ചെലവാക്കി. അവസാനം അയാൾ ഒരു SIയോ CIയോ ഒക്കെ ആവുന്നു. ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യണം എന്നാഗ്രഹിച്ച് ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ട് നേർമയുള്ള ഒരു പോലീസ് ഓഫീസർ ആവാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നു. പക്ഷേ നമുക്കറിയാം, നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് ശത്രുക്കളുണ്ടാവും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരും ഗൂണ്ടകളും അതേപോലെ നാട്ടുകാരിൽ പലരും കൂടെ ജോലി ചെയ്യുന്ന ഓഫീസർമാരും അയാളുടെ ശത്രുക്കളാവും. കാരണം ഇയാൾ കൈക്കൂലി വാങ്ങിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ ഇയാളുടെ വണ്ടിക്കകത്ത് കൈക്കൂലി വെച്ചിട്ട് ഇയാൾ കൈക്കൂലി വാങ്ങിച്ചു എന്നും പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നു 6 മാസത്തേക്ക്. അങ്ങനെ പത്രത്തിലൊക്കെ പടം വരുന്നു. സർവീസിൽ കയറി 1 വർഷത്തിനുള്ളിൽ അയാളുടെ സർവീസിൽ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കുന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബാഗ് വെച്ച് അച്ഛനെ കാണാൻ കഴിയാതെ, അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അദ്ദേഹം വയലിൽ പോയിട്ട് ഒരു കാളവണ്ടിക്കകത്ത് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് അച്ഛൻ എഴുന്നേറ്റ് വന്ന് ചോദിക്കും, എൻ്റെ മകൻ വന്നിട്ട് എവിടെ പോയി? അന്നേരം പറയും, അദ്ദേഹം കണ്ടില്ല, അദ്ദേഹം പുറത്തോട്ട് പോയെന്ന് പറയും. എന്നെ കാണാതെ എന്താ പോയെന്ന് ചോദിച്ച് പത്രം നിവർത്തി നോക്കുമ്പോൾ പത്രത്തിനകത്ത് മകന്റെ ഫോട്ടോ ഉണ്ട്. കൈക്കൂലിക്കാരനായ ആറുചാമി എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറയുന്നു. അച്ഛന് മകനെ നല്ലോണം അറിയാം. ഒരു കൊടയെടുത്തുകൊണ്ട് മകനെ അന്വേഷിച്ചിറങ്ങുന്നു. ചെന്ന് നോക്കുമ്പം വയലിൽ ഒരു കാളവണ്ടിക്കകത്ത് മകൻ കിടക്കുന്നുണ്ട്. അച്ഛനെ കണ്ടതും മകൻ എഴുന്നേറ്റ് അച്ഛൻ്റെ മുഖത്ത് നോക്കാതെ തലകുനിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ അച്ഛൻ ചോദിക്കും, എന്നാച്ചു തമ്പി, എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കും.
അപ്പോൾ അവൻ വളരെ വിഷമത്തോടെ പറയും, അച്ഛാ இந்த വേല എനിക്ക് തരപ്പെടാതെ, ഈ ജോലി എനിക്ക് ശരിയാവത്തില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും ആരും സമ്മതിക്കത്തില്ല. ഒരുപാട് തടസ്സങ്ങളുണ്ട്. സർവീസിൽ കയറിയപ്പോൾ തന്നെ നെഗറ്റീവ് ഇമേജ് വന്നു. ഇനി ഞാൻ എവിടെ ചെന്നാലും കൈക്കൂലിക്കാരൻ എന്ന ഒരു പേരിലായിരിക്കും ആൾക്കാർ അറിയുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഞാനിവിടെ കൃഷി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയും. അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് മകന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, ചെറിയൊരു പ്രതിസന്ധി വന്നപ്പം ഇങ്ങനെ തകർന്നു പോകുന്ന മകനെ കണ്ടിട്ട് അച്ഛൻ കൊടുക്കുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. മോനെ, നിനക്ക് ഞാൻ എന്തിനാ ആറുച്ചാമി എന്നുള്ള പേര് വെച്ചിരിക്കുന്നത് അറിയാമെന്ന് ചോദിക്കും. അപ്പം മകൻ പറയില്ല, നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആഗ്രഹം, ഒരൊറ്റ കുഞ്ഞു മതി. ഞങ്ങളുടെ സ്നേഹം വേറൊരാൾക്ക് ഡിവൈഡ് ചെയ്ത് പോകരുത്. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത്. ആദ്യം ജനിച്ച 5 പേരും ചാപിള്ളയായിരുന്നു, മരിച്ചാണ് പുറത്തേക്ക് വന്നത്. ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ശേഷമാണ് നീ ഉണ്ടാവുന്നത്. ഞങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നീ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ആറുച്ചാമി എന്ന് പേര് വെച്ചിരിക്കുന്നത്. ചാമി എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം. എന്നിട്ട് അച്ഛൻ പറയും, ജനിക്കുന്നതിന് മുമ്പ് ജനിക്കാൻ വേണ്ടി 5 പേരെ കൊന്നിട്ട് ജനിച്ചവനാ നീ. നിന്റെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ പ്രശ്നങ്ങളല്ല. നീ ജനിക്കാൻ വേണ്ടി 5 പേരെ കൊന്നിട്ട് ജനിച്ചവനാ. നീ ദേവനല്ല, നീ അസുരനാണ്. നിന്റെ എതിരാളികൾ നിന്റെ അത്ര ശക്തരല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. നീ നിന്നെ അറിയുക, അതാണ് നീ ആദ്യം ചെയ്യേണ്ടത്. തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് നീ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ അത് ചെയ്തോ. ആൾക്കാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യണം. ഇനി ഒരിക്കലും ഒരിടത്തും ഇതുപോലെ തോറ്റ് തലകുനിച്ച് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്. അത് മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും. അച്ഛൻ മകന് കൊടുക്കുന്ന ഏറ്റവും നല്ല മോട്ടിവേഷനാണ്. പിന്നാണ് ആ സിനിമ നല്ലൊരു ആക്ഷൻ സിനിമയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, ഞാൻ സിനിമയെക്കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു തീയുണ്ട്. ആ തീ പലപ്പോഴും നമ്മൾ അണച്ചു വെച്ചിരിക്കുകയാണ്. ഈ ചേതൻ ഭഗത്ത് ഒരു പ്രസംഗം അവസാനിക്കുമ്പോൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ പുതുവർഷത്തിൽ ആശംസയായിട്ട് എനിക്ക് പറയാനുള്ളത്, ആൻഡ് ഐ ഹോപ്പ് നോട്ട് ജസ്റ്റ് യു ബട്ട് അവർ ഹോൾ കൺട്രി വിൽ കീപ് ദാറ്റ് സ്പാർക്ക് അലൈവ്. ഐ കം ഫ്രം ദ ലാൻഡ് ഓഫ് എ ബില്യൺ സ്പാർക്സ്. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ മാത്രമല്ല ഓരോരുത്തരും ആ തീ അണയാതെ സൂക്ഷിക്കുക. കാരണം ഞാൻ വരുന്നത് ഒരുപാട് തീകൾ കത്തി നിൽക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിദേശത്ത് വെച്ച് ഒരു പ്രസംഗം അവസാനിക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിലൊരു ഫയറുണ്ട്. ആ ഫയർ നമ്മൾ തിരിച്ചറിയുന്നത് മറ്റൊരാൾ പറയുമ്പോഴായിരിക്കും. നമ്മുടെ കഴിവുകളെക്കുറിച്ച് നല്ല ബോധ്യവാന്മാരാകുക. നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ഓർക്കുക, ദൈവം ഒരിക്കലും ഒരു വേസ്റ്റിനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട്. മടിയനാകാതെ, അലസനാകാതെ, ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിക്കാതെ സ്വയം മുന്നോട്ട് പോകുക. അവനവന് വേണ്ടി ആദ്യം എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന, റെസ്റ്റ് ഇല്ലാതെ കഷ്ടപ്പെടുക, ഡെഡിക്കേഷനോടുകൂടി കഷ്ടപ്പെടുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരും. എല്ലാവർക്കും എൻ്റെയും ചലഞ്ചർ ആപ്പിൻ്റെയും പുതുവത്സരാശംസകൾ നേരുന്നു. ഈ പുതുവർഷം നിങ്ങളുടേതാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.